വേലയും കഴിഞ്ഞ് വേലപ്പറമ്പ് ഒഴിഞ്ഞിട്ട് ഒരുപാട് നാളായിട്ടോ. എന്നിട്ടാണ് ഞാൻ വേലത്തലേന്നുള്ള വീഡിയോ ഇടുന്നത്. അമ്മയും ഞാനും കൂടി വേലയുടെ തലേന്ന് വൈകുന്നേരം അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി. ഒരു കാടിന്റെ ഉള്ളിലാണ് ഞങ്ങളുടെ വീട്. ഈവനിങ് ഒരു 6 മണിയോട് കൂടി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഏകദേശം ഒരു 2 കിലോമീറ്റർ ഉണ്ട് അമ്പലത്തിലേക്ക്. എല്ലാ തവണയും ഞങ്ങൾ നടന്നാണ് അമ്പലത്തിലേക്ക് പോവാറ്. ഇത്തവണ അങ്ങനെ തന്നെ പോയത്. അമ്പലത്തിലേക്കുള്ള റോഡൊക്കെ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മളുടെ അമ്പലം. ആ കാണുന്നതാണ് നമ്മുടെ ദേശത്തിന്റെ കാള. കാളയ്ക്ക് നാളെ രാവിലെയാണ്, അതായത് നമ്മുടെ വേലയുടെ ദിവസമാണ് തലവെക്കുള്ളൂ. അമ്പലത്തിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു ഗ്രൗണ്ട് ഉണ്ട്. അവിടെ നമ്മുടെ നാട്ടുകാരുടെ തന്നെ ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പരിപാടി കാണാനിരുന്നു. വരുന്ന വഴിക്ക് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കമ്മല് മിസ്സായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന്റെ സങ്കടം എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. അങ്ങനെ കലാപരിപാടികളൊക്കെ തുടങ്ങി. അതിന്റെ ഇടയ്ക്ക് ചൈനീസ് പടക്കങ്ങളൊക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു. 3 ഗ്രൂപ്പ് ഡാൻസും 2 സിംഗിൾ ഡാൻസോ മറ്റുമാണ് ഉണ്ടായിരുന്നത്. അതിന്റെ ഇടയ്ക്ക് ഡാൻസ് കാണാൻ വേറൊരാളും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അമ്പലത്തിൽ വൈകുന്നേരം ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടായിരുന്നു. എനിക്ക് ഇഡ്ഡലിയോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ചായ മാത്രം കുടിച്ചു. അതിനുശേഷം അമ്പലത്തിന്റെ തൊട്ടടുത്തുള്ള പാടത്ത് വെച്ചിട്ട് ചൈനീസ് ഫയർ വർക്കും ഉണ്ടായിരുന്നു കേട്ടോ. അതും അടിപൊളിയായിരുന്നു. അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോകുന്ന വഴിയിലൊക്കെ ഞാനും അമ്മയും കൂടിയിട്ട് എന്റെ കമ്മലിനെ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ കിട്ടിയില്ല. അപ്പൊ ഇതൊക്കെയാണ് വേലത്തലേന്നുള്ള ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ.